നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിലെ 2025-26 സീസൺ ആരംഭിക്കാൻ പോവുകയാണല്ലോ. വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ ലാലിഗയിൽ ആര് കിരീടം ചൂടും? കഴിഞ്ഞ തവണ കിരീടം ഉയർത്തിയത് ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ FC ബാഴ്സലോണയായിരുന്നു. ഇത്തവണ റയൽ മാഡ്രിഡ് കിരീടം ചൂടുമോ, അതല്ല ബാഴ്സ അവരുടെ കിരീട നേട്ടം ആവർത്തിക്കുമോ? ഡിഫൻഡിങ് ചാമ്പ്യൻസ് വീണ്ടും ഫ്ലിക്കിൻ്റെ കീഴിൽ കിരീടത്തിലേക്ക് പോകുമോ? റയലാവട്ടെ പുതിയ കോച്ചിൻ്റെ കീഴിലാണ്. ഇനി അതല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് കിരീടത്തിലേക്ക് എത്തുമോ? അത്ലറ്റിക്കോ ബിൽബാവോയുടെ സാധ്യത എന്താണ്? റയൽ ബെറ്റീസിന് സാധ്യതയുണ്ടോ? ഇതൊക്കെ ആരാധകർ ചർച്ച ചെയ്തൊരു സമയമാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. യൂറോപ്പിലെ പ്രമുഖ ഫുട്ബോൾ അനലറ്റിക് സൈറ്റായിട്ടുള്ള സ്കോക്ക ലാലിഗയിലെ കിരീട സാധ്യത വിലയിരുത്തുന്നുണ്ട്. അതിനുവേണ്ടി അവർ യാഡ് സ്റ്റിക്കായിട്ട് എടുത്തിരിക്കുന്നത് ബെറ്റിംഗ് ഓഡുകളാണ്. അവിടുത്തെ പ്രമുഖ ബെറ്റിംഗ് ഓഡുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്ന്. സ്വാഭാവികമായിട്ടും കിരീടം ചൂടുമെന്ന് ഉറപ്പുള്ള ടീമിന് വേണ്ടി ബെറ്റ് വെച്ചാൽ തിരികെ കിട്ടുന്ന ക്യാഷ് കുറവായിരിക്കും. കിരീടം ചൂടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ടീമിന് വേണ്ടി ബെറ്റ് വെക്കുകയും ആ ടീം വിജയിക്കുകയും ചെയ്താൽ തിരിച്ചു കിട്ടുന്ന തുക വലുതായിരിക്കും. അപ്പോൾ ബെറ്റിംഗ് ഓഡിലൂടെ നോക്കിയാൽ കാര്യം മനസ്സിലാവും. സ്കോക്ക വിശകലനം ചെയ്യുന്ന ആ ഭാഗം നമ്മൾ നോക്കുകയാണ്. ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കുന്നത് റയൽ മാഡ്രിഡിനാണ്. റയൽ മാഡ്രിഡ് അവരുടെ Bet365 ബെറ്റിംഗ് കോഡ് വരുന്നത് 8-11 ആണ്. എന്ന് പറഞ്ഞാൽ $11 നിങ്ങൾ വെക്കുന്നതെങ്കിൽ തിരിച്ചു കിട്ടുക $8 ആയിരിക്കും. കാരണം അവർക്കാണ് കൂടുതൽ കിരീട സാധ്യത. അപ്പോൾ വെക്കുന്നതിനേക്കാൾ കുറവേ തിരിച്ചു കിട്ടൂ എന്നർത്ഥം. പാഡി പവറിൻ്റെ ഓടാണെങ്കിൽ 4-5 ആണ്. BetMGMൻ്റെതാണെങ്കിൽ 7-10 ആണ്. എല്ലാം നിങ്ങൾ അങ്ങോട്ട് വാത് വെക്കുന്നതിൻ്റെ കുറച്ച് തിരികെ കിട്ടൂ റയൽ കിരീടം ചൂടി എന്ന് പറയുമ്പോൾ റയലിനാണ് കൂടുതൽ കിരീട സാധ്യത. ബാഴ്സലോണയാണ് അടുത്തത്. ബാഴ്സലോണയാണ് രണ്ടാമത് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. അവരുടെ Bet365 ഓഡ് 5-6 ആണ്. പാഡി പവറിൻ്റെത് 8-11 ആണ്. BetMGMൻ്റെത് 5-6 ആണ്. മൂന്നാമതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത്. അവരുടെ Bet365 ഓഡ് 8-1 ആണ്. പാഡി പവറിൻ്റെത് 10-1 ആണ്. BetMGMൻ്റെത് 8-1 ആണ്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. $1 വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ് കിരീടം ചൂടുന്നെങ്കിൽ $8 തിരികെ കിട്ടുമെന്നർത്ഥം. കൂടുതൽ തിരികെ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരുടെ കിരീട സാധ്യത കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഓട് കണക്കാക്കിയിരിക്കുന്നത് Bet365 50-1 പാഡി പവർ 75-1 BetMGM 50-1 ആണ്. VRLൻ്റെതും അതുപോലെ തന്നെയാണ്. സെയിം ഓടുകളാണ്. അതായത് Bet365 50-1 പാഡി പവർ 75-1 BetMGM 50-1 ആണ്. റയൽ ബെറ്റീസിൻ്റേത് Bet365 പറയുന്നത് 60-1 ആണ് ഓടുന്നാണ്. പാഡി പവർ 100-1 BetMGM 66-1 ആണ്. അപ്പോൾ റയൽ ബെറ്റീസിന് വേണ്ടി വാതു വെക്കുകയും അവർ കിരീടം ചൂടുകയും ചെയ്താൽ $1 വെച്ചാൽ $66 തിരികെ കിട്ടും. അപ്പം കിരീട സാധ്യത കുറവാണ് എന്നാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതനുസരിച്ച് യൂറോപ്പിൽ പ്രമുഖരൊക്കെ വിലയിരുത്തുന്നത് ഇത്തവണ ലാലിഗയിൽ ഏറ്റവും അധികം കിരീട സാധ്യത റയൽ മാഡ്രിഡിനാണ് എന്നാണ്. രണ്ടാമത് FC ബാഴ്സലോണക്കും, മൂന്നാമത് അത്ലറ്റിക്കോ മാഡ്രിഡിനും, നാലാമത് അത്ലറ്റിക് ബിൽബാവോക്കും, അഞ്ചാമത് VRLനും, ആറാമത് റയൽ ബെറ്റീസിനും സാധ്യത കൽപ്പിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.